അങ്ങനെ ഒടുവിൽ മഹാരാജാവ് നമ്മെ രാജാവാക്കുമെന്ന് പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഈ രൂപനഗരത്തിന്റെ രാജാവാകും നാം. അത് നമുക്കും അറിയാം. ഇന്നലെ രാത്രി തന്നെ നാം പിതാശ്രീയുമായി സംസാരിച്ചിരുന്നു. ജ്യേഷ്ഠത്തി സംസാരിച്ചതുകൊണ്ടാണോ മഹാരാജാവ് സമ്മതിച്ചത്? നാം എങ്ങനെ പറയാതിരിക്കും? നീ നമ്മുടെ അനുജനല്ലേ? അഥവാ ഈ രൂപനഗര രാജ്യത്തിനൊരു രാജാവ് ഉണ്ടാകുകയാണെങ്കിൽ അത് നീയാണ്. അതുകൊണ്ട് മാത്രമാണ്. സത്യമാണോ ജ്യേഷ്ഠത്തി? ജ്യേഷ്ഠത്തിയാണോ ഇക്കാര്യം സമ്മതിപ്പിച്ചത്? അതെ. അപ്പോൾ നാം ജ്യേഷ്ഠത്തിക്ക് ഒരു വലിയ ഉപകാരം നൽകേണ്ടതാണല്ലോ. എന്ത് തരും? നാം എന്ത് തരും? വരൂ ജ്യേഷ്ഠത്തി, നമുക്ക് പോകാം. എവിടെ? ആ കൊടുങ്കാട്ടിലേക്ക് വരൂ. വനത്തിലേക്ക് പോകണ്ട. നോക്കൂ അനുജ, നീ വനത്തിലേക്ക് പോയി ഏതെങ്കിലും നിരപരാധിയായ മൃഗത്തെ വധിക്കുന്നത് നമുക്കിഷ്ടമല്ല. അവിടുന്ന് ഇത്രയേറെ ചിന്തിക്കുന്നത് എന്തിനാണ് ജ്യേഷ്ഠത്തി? അവിടുന്ന് നമ്മോടൊപ്പം വരൂ, എന്നിട്ട് നാം നൽകുന്ന ഉപകാരം കാണൂ. ഇല്ല, നീ വനത്തിലേക്ക് പോകാൻ പാടില്ല. അവിടെ അപകടങ്ങൾ ഉണ്ടാവും. എന്തിനാണ് അവിടേക്ക് പോകുന്നത്? ജ്യേഷ്ഠത്തി എന്തിനാണ് ഇത്രയേറെ ചിന്തിക്കുന്നത്? നാം ജ്യേഷ്ഠത്തിയോടൊപ്പം ഉണ്ടാകുമല്ലോ. ജ്യേഷ്ഠത്തിക്ക് ഒരു നല്ല സമ്മാനം നൽകും. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എങ്കിൽ പോകാം, നമ്മുടെ ഒപ്പം വരൂ. അതെ, പക്ഷേ നമ്മോടൊപ്പം വരാനല്ലേ പറയുന്നത്? പറയുന്നത് കേൾക്കൂ. എന്തായാലും കൊള്ളാം. നമുക്കേതോ മനുഷ്യരുടെ ഗന്ധം വരുന്നുണ്ട്. തീർച്ചയായും ഇതായിരിക്കും ഉത്തര ദിശ. മഹാറാണി ജോഡില പറഞ്ഞിരുന്നു, രൂപനഗരത്തിന്റെ മാന്ത്രിക കവചം ഇവിടെ ദുർബലമാണ്. നാം ഇവിടെ നിന്നാണ് രൂപനഗരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അനുജ, നീ എന്താണ് തിരയുന്നത്? ഒരു നിമിഷം നിൽക്കൂ. അനുജ, നിൽക്ക്. അനുജ, അതിനെ കൊല്ലരുത്. ആ നിരപരാധിയായ ജീവിയെ കൊല്ലരുത്. നിൽക്കൂ. കിട്ടിപ്പോയി. ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടിട്ട് ഇവർ രാജകൊട്ടാരത്തിലെ ആളുകളാണെന്ന് തോന്നുന്നു. അനുജ, നിൽക്ക്. അനുജ, നമ്മൾ രാജ്യത്തിന്റെ അതിർത്തിക്ക് സമീപം എത്തിയിരിക്കുന്നു. നിൽക്കൂ. ഇനിയും മുന്നോട്ട് പോയാൽ സുരക്ഷാ കവചം മറികടന്നു പോകും. അനുജ, നിൽക്കൂ. എങ്കിലിനി ഏറ്റവും ആദ്യം ഇവരെ വധിച്ചുകൊണ്ട് നമ്മുടെ ജോലി ആരംഭിക്കാം. ഇതെന്താ ഇതിന്റെ കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുന്നത്?
ഇത് കാഴ്ചയിൽ വനത്തിലെ മറ്റു മൃഗങ്ങളെ പോലെ അല്ലല്ലോ. സർവനാശം. ഇത് മാന്ത്രികനായ ഒരു രാക്ഷസനാണ്. ഇതിനെ വധിച്ചില്ലെങ്കിൽ പിന്നെ ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല. ഈ ഗർത്തം വളരെ ആഴമുള്ളതാണ്. രാജകുമാരിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടാവുമോ? ഇതെന്താ മിത്രമേ? അവിടെ എന്താ ചെയ്യുന്നത്? മിത്രം ജലത്തിൽ കഴിയുകയാണോ? ഇത്രയും ആഴത്തിൽ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നത് എന്തിനാ? സത്യം പറയണം, നാം കൃത്യസമയത്ത് സൂചന നൽകിയില്ലേ? ആ മൃഗം അത് രക്ഷപ്പെട്ടു. നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതിസന്ധി അകന്നു. ഇനി ആശങ്ക വേണ്ട. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ വേഷവും നോക്കൂ, നെറ്റിയിലെ തിലകവും പിന്നെ കയ്യിലെ മോതിരം കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോ രൂപനഗരത്തിലെ അതായത് രാജകുടുംബത്തിലുള്ളവരാന്ന് തോന്നും. നീ കാഴ്ചയിൽ ഒരു മോഡനാണെന്ന് തോന്നിക്കും. എന്നാൽ നീ അത്രയും മോഡനല്ല. മോഡൻ? അതെ, നാം തന്നെയാണ് രൂപനഗരത്തിന്റെ ഭാവി രാജാവ്, കുമാരദേവൻ. അങ്ങാണോ കുമാരദേവൻ? നമ്മോട് ക്ഷമിച്ചാലും നമുക്കങ്ങേ തിരിച്ചറിയാനായില്ല. അങ്ങീ വനത്തിൽ വന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടത്. എന്നാൽ നാം നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, ഇനി ഇങ്ങനൊരു പ്രതിസന്ധി അങ്ങേക്കുണ്ടാവില്ല. ഉണ്ടാവില്ല. നാമും അഭിരാജൻ നിങ്ങൾ ഇരുവരെയും പൂർണ്ണ സുരക്ഷയോടുകൂടി ഒരു പ്രതിസന്ധിയുമില്ലാതെ മാന്ത്രിക കവചത്തിനരികിൽ എത്തിക്കുന്നതാണ്. ശരിക്കും അകത്ത് വരെ? നമ്മുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ സഹോദരി ബോധം പോയി ഈ ഗർത്തത്തിൽ വീണതാണ്. നിങ്ങളുടെ സഹോദരി ബോധം പോയി ഈ ഗർത്തത്തിൽ വീണതാണ്. അങ്ങ് ആശങ്കപ്പെടരുത്. അങ്ങയുടെ സഹോദരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രാണൻ രക്ഷിച്ചതിന് നന്ദി പറയുകയാണ്.